എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എം.ഇ.ഡി ഓഫീസ് നമ്മുടെ മട്ടന്നൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി സന്ദർശിക്കാൻ വേണ്ടി എത്തിയാണ്. അദ്ദേഹത്തെ ആദ്യം തന്നെ ഓഫീസിലെത്തിയതിന് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയുന്ന പോലെ മട്ടന്നൂരെ സംബന്ധിച്ചിടത്തോളം 60,963 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ച ഒരു ഇടമാണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സാധാരണഗതിയിൽ UDF ഘടകകക്ഷികൾക്കാണ് മുന്നേ സീറ്റ് കൊടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ചന്ദ്രൻ തില്ലങ്കേരി മത്സരിക്കുന്നത്. അപ്പോൾ കൈപ്പത്തിയാണ് ചിഹ്നം. അപ്പോൾ ആ ചിഹ്നത്തിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ UDF നേതൃത്വത്തിൽ അണികൾക്കിടയിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ചന്ദ്രേട്ട പ്രചാരണത്തിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തോന്നുന്നത്? ഞാൻ ആദ്യം തന്നെ പറയട്ടെ, 60,900-ലധികം വോട്ടല്ല ഇപ്പോഴുള്ള മട്ടന്നൂരിലെ LDFിൻ്റെ ലീഡ്. അതിനുശേഷം നടന്ന 2 പൊതു തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുക്കുമ്പോൾ അതിനുശേഷം 3.5 വർഷത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3000 ചില്ലാനും വോട്ട് മാത്രമാണ് LDFിൻ്റെ ലീഡ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ CPMൻ്റെ കോട്ട എന്ന് പറയാൻ കഴിയില്ല. അന്നത്തെ ഒരുപാട് സാഹചര്യങ്ങൾ മാറി. അന്ന് കൊറോണ കാലഘട്ടമായിരുന്നു. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. മാത്രമല്ല, ഒരുപാട് കേസുകൾ. UDFിൻ്റെ പ്രവർത്തകന്മാർ എവിടെയെങ്കിലും പോയാൽ, പുറത്തിറങ്ങിയാൽ, എന്തെങ്കിലും സഹായം ചെയ്യാൻ പോയാൽ അവർക്ക് കേസുകളും, CPM പ്രവർത്തകർക്ക് കലക്ട്രേറ്റിൽ നിന്ന് കൊടുക്കുന്ന പാസുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പരിമിതമായ ആളുകളെ രംഗത്തിറക്കാൻ കഴിഞ്ഞുള്ളൂ. വേണ്ടത്ര ക്യാമ്പയിൻ നടത്താൻ കഴിഞ്ഞില്ല. അതോടൊപ്പം ഈ കൊറോണ കാലഘട്ടത്തിൽ എന്തോ മഹത്തരമായ കാര്യങ്ങൾ ചെയ്തു എന്ന വ്യാജപ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ജനങ്ങളുടെ വോട്ടാണ് ഈ 60,000 വോട്ട് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഇതെല്ലാം ഊതി ഉണ്ടാക്കിയ കുമിളകളാണ് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി 3.5 വർഷം കൊണ്ട് ആ 60,000 നേരെ കുത്തനെ വന്ന് 3000-ഓളം വോട്ടിൻ്റെ ലീഡ് മാത്രമാക്കി മാറ്റി. അപ്പോൾ അതിനുശേഷം നടന്ന ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ UDFിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പും നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. പ്രാദേശികമായ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഇടപെടലുകളും വ്യക്തിപരമായ വോട്ടുകളും ഒക്കെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത്. എന്നാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ 15,000 വോട്ടിൻ്റെ ലീഡ് മാത്രമേ LDFിനുള്ളൂ. അത് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ പാർട്ടി മുന്നണി ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസ് പോലുള്ള മുസ്ലിം ലീഗ് പോലുള്ള നമ്മുടെ സംഘടനകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഈ വോട്ടിംഗ് പാറ്റേണിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് അത് നമ്മൾ കാര്യമായി എടുക്കുന്നേ ഇല്ല. പൊതുവെ എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ പ്രചരണത്തിന് പോകുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം? സാധാരണ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന് എതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് UDF നടത്തുന്നത്. 10 വർഷം ഭരിച്ച സർക്കാരിനെ ഭരിച്ചോ എന്നറിയില്ല. 10 വർഷം അഴിമതിയിലൂടെ പണം ഉണ്ടാക്കിയ സർക്കാരിൻ്റെ അതൊരു പ്രത്യേക കോക്കസിൻ്റെ കയ്യിലായിരുന്നു ഭരണം. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം വന്നതോടുകൂടി കേരളത്തിൽ മാഫിയ ഭരണമാണ് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും ഗുണമില്ല. അവർക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയില്ല. അവർക്കാർക്കും ബന്ധപ്പെടാൻ കഴിയാത്ത ഭരണമേഖലയായി മാറി. പാർട്ടി ഗവൺമെൻറ് 2 വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് പോയി. പിണറായി വിജയന് ബന്ധമുള്ള അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് നടന്നത്. അത് കച്ചവട താല്പര്യമായിരുന്നു 2ാം ടേമിലെന്നാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മട്ടന്നൂരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 3000 കോടി രൂപയുടെ വികസനം നടത്തിയ ഒരു മണ്ഡലമാണെന്നാണ് KK ശൈലജ ടീച്ചർ പറഞ്ഞത്. അവരിപ്പോൾ പേരാവൂർ മണ്ഡലത്തിൽ ഇതേപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പേരാവൂരേക്ക് പോയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ മട്ടന്നൂരെ സംബന്ധിച്ച് 3000 കോടിയുടെ വികസനം നടത്തിയ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇനി ഒരു 3000 കോടി രൂപയുടെ ശൈലജ ടീച്ചർ വികസനം നടത്തിയതാണോ അല്ല നാടിനു വേണ്ടി നടത്തിയതാണോ എന്ന് അറിയില്ല. 3000 കോടി രൂപയുടെ എന്ത് വികസനമാണ് ഇവിടെ നടന്നത്? ഏതെങ്കിലും നടപ്പിലാക്കിയ എടുത്തു പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾ പറഞ്ഞാൽ. കുറച്ച് റോഡുകളുണ്ടാവും. റോഡുകൾ എന്ന് പറയുന്നത് കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ് അതിനുവേണ്ടി മാത്രം നീക്കിവെക്കുന്ന ഫണ്ടുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായി. കേന്ദ്ര ഫണ്ട് ഉണ്ടാകാം, ഇല്ലെങ്കിൽ കിഫ്ബിയിൽ കോടിക്കണക്കിന് രൂപ കടമെടുത്തിട്ട് നടത്തിയ ഒരുപാട് പദ്ധതി. ഇതൊക്കെ നമുക്ക് ബാധ്യതയായി വരികയാണ്. അതുപോലെ ഏതാണ് ഈ 3000 കോടി രൂപയുടെ പ്രവർത്തനം മട്ടന്നൂർ നിയോജകമണ്ഡലം എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെയെല്ലാം വലിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ശൈലജ ടീച്ചറെ എന്തിനാണ് പേരാവൂരേക്ക് മാറ്റിയത്? പാർട്ടി CPM പാർട്ടിയിലെ
അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡം 2 ടേം തുടർച്ചയായി ഒരു മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ അവരെ മാത്രമാണ് മാറ്റുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനമൊക്കെ ഇവിടെ ലംഘിക്കപ്പെട്ടു. പാർട്ടി പിണറായി വിജയൻ ആവശ്യമുള്ള കുറേ ആളുകൾക്ക് ഇവിടെ 2 പ്രാവശ്യം നിന്നാലും കുഴപ്പമില്ല, 3 നാലും നിന്നാലും കുഴപ്പമില്ല. നമ്മുടെ തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരൊക്കെ വീണ്ടും 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 മത്സരിക്കുക. അപ്പോൾ എന്ത് മാനദണ്ഡമാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ശൈല ടീച്ചറെ എന്തിനാണ് മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിൽ എന്ത് വികസനം ഉണ്ടല്ലോ? പേരാവൂരിൽ ടീച്ചർ കൊണ്ടുവന്ന വികസനത്തിൻ്റെ ഭാഗമായി ടീച്ചർ പരാജയപ്പെട്ടുള്ളൂ. ടീച്ചർ പരാജയപ്പെട്ടത് ടീച്ചർ അവിടെ വികസനം കൊണ്ടുവന്നത് കൊണ്ടല്ലല്ലോ. വ്യാപകമായ കള്ളപ്രചരണമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും കടന്നുപോയില്ല. ടീച്ചർ MLA ആയപ്പോഴാണ് താലൂക്ക് നിലവിൽ വന്നു എന്നുള്ള പ്രചരണം നടത്തിയത്. ടീച്ചർ MLA ആയപ്പോഴാണ് KSRTC ഡിപ്പോ തുറന്നു എന്നുള്ള പ്രചരണം നടത്തിയത്. ടീച്ചർ MLA ആയപ്പോഴാണ് തലശ്ശേരി വളവുപാറ റോഡ് പ്രവൃത്തി നടക്കുന്നു എന്ന് പറഞ്ഞത്. എടൂരിൽ നിന്ന് കീഴ്പള്ളിയിലേക്ക്, ഞാൻ ആ മണ്ഡലത്തിൻ്റെ പറയുന്നത്, ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടാണ്. അന്ന് ഇതെല്ലാം ഉദ്ഘാടനം ചെയ്തു, സത്യമാണ്. പക്ഷേ പ്രവൃത്തി നടത്തിയിട്ടില്ല. പ്രവൃത്തിക്കുള്ള അനുമതി പോലും കിട്ടിയത് സണ്ണി ജോസഫ് MLA ആയി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ. ഇനി എന്ത് വികസനമാണ് നടന്നത് എന്ന് എനിക്കറിയില്ല. ഇവിടെ എടുത്തു പറയുന്ന ഒന്ന് നമ്മുടെ റവന്യൂ ടവറാണ്. റവന്യൂ ടവർ 2 വർഷമായി ഉദ്ഘാടനം ചെയ്തിട്ട് എത്ര ഓഫീസുകൾ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു? ബിൽഡിങ്ങുകളൊക്കെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ ഫണ്ടുണ്ട്. അതിൻ്റെ കമ്മീഷൻ പല മേഖലകളിലേക്കും പോയിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി ആശുപത്രി ഇവിടെ പോയി. EP ജയരാജൻ MLA ആയപ്പോൾ തുടങ്ങിയ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഇത്ര വർഷവും തുടർച്ചയായി 15 വർഷം ഒരു നിയോജക മണ്ഡലത്തിൽ LDFൻ്റെ പ്രതിനിധികളുണ്ടായിട്ടും 2 ടേം ഭരണം കിട്ടിയിട്ടും ഇവർ പ്രഖ്യാപിച്ച ഏത് പദ്ധതിയാണ്? മറ്റൊന്ന് നമ്മുടെ കല്യാട്ടുള്ള ആയുർവേദ കോംപ്ലക്സ് വലിയ, നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ഇപ്പം അന്ന് നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല. കാരണം അതൊക്കെ മറക്കി വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. എല്ലാം തുണി കൊണ്ട് മറക്കിയും ആളുകൾക്ക് മറ്റു സ്ഥലത്ത് പോകാൻ പ്രവേശനമൊന്നുമില്ലാതെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് വലിയ രീതിയിലുള്ള ആഡംബരത്തോടു കൂടി പരിപാടി നടത്തി. പക്ഷേ ഇപ്പോൾ ചെന്ന് നോക്കിയാൽ അവിടെ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. ബിൽഡിംഗ് ഉണ്ടാക്കി. ബിൽഡിംഗ് ആണോ ഉദ്ഘാടനം? അതിനുശേഷം നമുക്കറിയാം നമ്മുടെ വിമാനത്താവളത്തിൻ്റെ പ്രശ്നം. വിമാനത്താവളത്തിൽ ഉമ്മൻചാണ്ടി പോയതിന് ശേഷം മട്ടന്നൂർ വിമാനത്താവളത്തിൽ എന്ത് വികസനമാണ് കൊണ്ടുവന്നെന്ന് ഇവർ പറയട്ടെ. ഏതായി 3000 കോടി എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെയുള്ള ജനങ്ങളിപ്പോൾ പ്രയാസപ്പെടുക. ഞങ്ങൾ മുഴുവൻ പ്രവൃത്തിയും പൂർത്തീകരിച്ച് റൺവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചൊരു വിമാനം ഇറക്കുമ്പോൾ സമരം ചെയ്തവരാണ് ഇവർ. എന്താ പറഞ്ഞത്? അത് പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം. ഞങ്ങൾ ചെയ്തത് ഉദ്ഘാടനമല്ല, റൺവേയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയതിന് ശേഷം ആദ്യമായി പരീക്ഷണ പറക്കൽ. വിമാനം റൺവേയിൽ നിന്ന് ഇറക്കുന്ന കാര്യം, അതിന് സാക്ഷികളാകാൻ ഉമ്മൻചാണ്ടിയും നമ്മളെപ്പോലുള്ള ഈ നാട്ടുകാരും മുഴുവനും പങ്കെടുക്കുമ്പോൾ ഒരു ചുവന്ന കൊടിയും കുത്തി EP ജയരാജൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തിയത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. എന്താ അവർ പറഞ്ഞത്? ഇതിൻ്റെ റൺവേ വികസനം ഇത്രയല്ല, ഇത് വളരെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെയാണ് ഉമ്മൻചാണ്ടി ഈ ഉദ്ഘാടനം ചെയ്യുന്നത്, അപൂർണമാണ് എന്ന്. ആ അപൂർണമായി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു എന്ന് ഇവരെ ആരോപണം ഉന്നയിച്ച റൺവേ ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം 1 മീറ്റർ കൂട്ടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. വിമാനങ്ങൾ മുഖ്യമന്ത്രി ആഴ്ചയിൽ 3ഉം 4ഉം പ്രാവശ്യം ഇറങ്ങിപ്പോകുന്ന വിമാനത്താവളമാണ്. ഉമ്മൻചാണ്ടിയും ബാബുവും ഇതിൻ്റെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ വന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെയും ഇടപെടലിൻ്റെയും 100-ലൊരു അംശം നമ്മുടെ പിണറായി വിജയനോ ഇവിടുത്തെ MLA മാരോ നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെ കാനാട് കോളിപ്പാലം പ്രദേശത്ത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണല്ലോ, എത്ര ദുരന്തമാണ് അത്. കോൺഗ്രസ്സുകാരൊന്നുമല്ല, CPM-ന് കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്നവരാണ്. 10 വർഷമായി അവർ ദുരന്തം അനുഭവിക്കുക. LDF ഗവൺമെൻറ് വന്നപ്പോൾ ഉദ്യോഗസ്ഥരും നേതാക്കളും പോയി പറഞ്ഞതാണ്, ഈ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നു, റൺവേ കൂട്ടാൻ പോകുന്നു. ആ പാവങ്ങളെ കുറ്റിയടിച്ച് വിട്ടിട്ട് ആ പാവങ്ങളെ തെരുവാധാരമാക്കിയില്ലേ. അവർക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല. അവിടെ വിജനമാണിപ്പോൾ. അവരെങ്ങോട്ട് പോയി എന്ന് ഇവർ അന്വേഷിച്ചു. അതിനെ നഷ്ടപരിഹാരം കൊടുത്തോ? അവരെവിടെയാണ് താമസിക്കുന്നത്? അവരെങ്ങനെ ജീവിക്കുന്നു? ഒരു നയാ പൈസ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഭൂമി വേണോ വേണ്ടിയോ എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടുമില്ല. അവർക്ക് ഭൂമി ഏറ്റെടുക്കാൻ, അവിടുത്തെ വിൽപ്പന നടത്താൻ കഴിയുന്നില്ല, അവിടെ അത് പണയം വെക്കാൻ കഴിയുന്നില്ല, അവിടെ കൃഷി നടത്താൻ കഴിയുന്നില്ല, നികുതി അടക്കാൻ കഴിയുന്നില്ല. ഇതാണോ 3000 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുള്ളത്? ഏതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ്. അപ്പോൾ ഇതൊക്കെ ചേർന്ന് വോട്ടായി മാറുന്നതാണ് ചന്ദ്രൻ തില്ലങ്കേരി പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രൻ, ഇനി നമ്മളിപ്പോൾ കാണുന്ന ആളുകളോട്, വോട്ടർമാരോട് എന്താണ് എന്താണ് പറയാൻ? വോട്ടർമാരോട് പറയാനുള്ളത്, ഞാൻ മട്ടന്നൂരുകാരനാണ്, എന്നെ അറിയുന്നവരാണ്. ഞാൻ പ്രത്യേകിച്ച് മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഒരു MLA എന്ന നിലയിൽ
ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ മട്ടന്നൂരിനോടൊപ്പം മുഴുവൻ സമയവും ഉണ്ടാവും. മട്ടന്നൂരിൽ മുഴുവൻ സമയം ഉണ്ടാവും. ഞാൻ പോളിറ്റ് ബ്യൂറോ ഉണ്ട്, കേന്ദ്ര കമ്മിറ്റിയുണ്ട്, അതുകൊണ്ട് വരാൻ കഴിയില്ല, സംസ്ഥാന കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റോഡും പാലവും ഉദ്ഘാടനത്തിന് നേതാക്കൾ ഈ MLA മാർ വരുന്നു എന്നല്ലാതെ ഏത് ജനകീയ വിഷയത്തിലാണ് ഇവർ ഇടപെട്ടിട്ടുള്ളത്? ഏത് ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങിപ്പോയിട്ടുള്ളത്? മൃഗീയ ഭൂരിപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട പാർട്ടിക്കാരുടെ മനസ്സ് മാറ്റി ജയിച്ചതാണ്. പക്ഷേ അവർ തിരിച്ചറിഞ്ഞിരിക്കും. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ തന്നെ കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ. കാലം മാറുകയല്ലേ, പുതിയ തലമുറ എല്ലാം കാണുകയല്ലേ, പഴയതുപോലെ അല്ലല്ലോ. അവർക്ക് കാര്യബോധമുണ്ട്. ആ കാര്യബോധം ഉൾക്കൊണ്ടുകൊണ്ടും പിന്നെ UDF വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. മെച്ചപ്പെട്ട സംഘടനാ സംവിധാനമാണ് മട്ടന്നൂർ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾക്കുള്ളത്. അത് വെച്ച് എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർ എന്നെ ജയിപ്പിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ്. അപ്പോൾ UDF വലിയ പ്രതീക്ഷയിലാണുള്ളത്. UDF സംസ്ഥാനത്ത് ഭരണത്തിലെത്തുകയും അതിനോടൊപ്പം മട്ടന്നൂരിൽ നിന്ന് UDF MLA ഉണ്ടാകുമെന്നാണ് UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വോട്ടർമാരാണ് വിജയിതേണ്ടത്. എല്ലാ വിജയ ആശംസകളും നേരെയാണ്. വിജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. PKK എന്റർപ്രൈസസ് ഇനി മുതൽ മട്ടന്നൂർ വായാന്തോടിലും പെയിന്റ്, ഹാർഡ്വെയർ, പ്ലൈവുഡ്, ഗ്ലാസ്, കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം PKK എന്റർപ്രൈസസ് പെയിന്റ്സ്, പ്ലൈവുഡ്, ഗ്ലാസ്, ഹാർഡ്വെയർസ്, വായാന്തോട്, മട്ടന്നൂർ.